ടോക്കിയോ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ സീസൺ 2-ലെ 3rd എപ്പിസോഡിലാണ്. ഞാനാണെങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്നെ തെറി വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഐ ഗോട്ട് എ സെക്കൻഡ് ഫാമിലി. ഇനിയും ഈ സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കുക, ഇനിയും കമന്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കുക. വൺസ് അഗെയിൻ ഒരുപാട് താങ്ക്സ്. ഇതുവരെയുള്ള എപ്പിസോഡ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കി കാണുക. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തിരിക്കുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. പിന്നെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം. എന്തെങ്കിലും എന്നോട് ചോദിക്കാനൊക്കെ ഉള്ളവർക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കുക. സോ ഇനി ഒട്ടും ലാക്കാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ CCG ഓഫീസേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരൊരു വാനിലൊക്കെ കുറച്ച് വണ്ടികളൊക്കെ ആയിട്ട് ഏതോ ഒരു എക്സ്റേറ്റഡ് ഗോളിനെ അവരുടെ ആ ഒരു പ്രിസണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടിയിൽ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഗോളാണെങ്കിൽ, ബോസ് നിങ്ങൾ എവിടെയാണ്? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു താല്പര്യമില്ല ബോസ്, നിങ്ങൾ എവിടെയാണ്? ഇതേ സമയം തന്നെ ആ വണ്ടി വരുന്നതും കാത്ത് നമ്മുടെ കാനകിയും ടോക്കേന്റെ ബ്രദറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ ഉദ്ദേശം ആ ഒരു ഗോളിനെ ആ ഒരു CCG ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ കാനകിയാണെങ്കിൽ കാനകിന്റെ കാകനെ യൂസ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു കട്ടകളെല്ലാം കൂടെ വണ്ടിന്റെ മുമ്പിലേക്ക് ചാടിച്ചിട്ടിട്ട് വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ടോക്കേന്റെ ബ്രദറും ബാക്കിയുള്ള ഗോൾസ് എല്ലാവരും കൂടെ ആ ഒരു വണ്ടികളെല്ലാം അറ്റാക്ക് ചെയ്ത് ഏകദേശം എല്ലാ വണ്ടികളെയും തന്നെ കത്തിക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് എല്ലാ വണ്ടികളെയും ഡിസ്ട്രോയ് ചെയ്യാണ്. അവിടെ ബാക്കി ഉണ്ടായിരുന്ന CCG ഓഫീസേഴ്സിനെയും എല്ലാവരെയും തന്നെ ഇവർ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാനകി അവിടെ നിൽക്കുന്ന സമയത്ത് കാനകി 2 ഗോൾസിനെ കാണുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ട്വിൻസ് ഇല്ലേ, അവരാണിത്. അവര് പെട്ടെന്ന് തന്നെ അവരുടെ കാകനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാനകിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ കാനകിയും അവന്റെ കാകനെ യൂസ് ചെയ്തിട്ട് അവരുടെ രണ്ടുപേരുടെ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവര് നിന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. പാപ്പ പറഞ്ഞ പോലെ തന്നെ ഹീ സ്ട്രോങ്. ഇതിപ്പോ എന്താ അവിടെ ഉണ്ടായെന്നുള്ള മട്ടിലാണ് നമ്മുടെ കാനകി നിൽക്കുന്നത്. എന്നിട്ട് അവരവരുടെ മാസ്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരും 1 നൈറ്റ് ഗോൾസ് ആയതുകൊണ്ട് നമ്മുടെ കാനകി ഞെട്ടുന്ന രീതി കാണിക്കുന്നുണ്ട്. ആ വണ്ടിക്ക് അകത്തുനിന്നാണെങ്കിൽ ആരോ കാർന്ന സൗണ്ട് ഇട്ടിട്ട് ഇവരെല്ലാരും ആ വണ്ടിന് മുമ്പിൽ നിൽക്കുക. ബോസ് ഇവിടെ മുഴുവൻ കത്തുവാണ് ബോസ്, ഞാൻ തന്നെ കത്തുവാണ് ബോസ്, ഞാനെന്താ ചെയ്യണ്ടേ എന്നും പറഞ്ഞ് ആ വാനിന്റെ കതകും പൊട്ടിച്ച് അവൻ പുറത്തേക്ക് വരികയാണ്. ആ വാനിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ ടോക്കേന്റെ ബ്രദറും. അങ്ങനെയാണെങ്കിൽ ഇവൻ നേരെ വന്നിട്ട് ടോക്കേന്റെ ബ്രദറുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. എവിടെ എന്റെ ബോസ് യാമുറി, എന്നെ അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. തിരുമണ്ട, നിന്നെ രക്ഷിച്ചത് തന്നെ ഞങ്ങളാണെന്നും പറഞ്ഞിട്ട് അവൻ ടോക്കന്റെ ബ്രദർ ആണെങ്കിൽ അവനിട്ട് ഒരൊറ്റ തൊഴി കൊടുക്കുന്നുണ്ട്. ഈ ചെങ്ങായാണെങ്കിൽ വീണടുത്ത് കിടന്നിട്ട് എന്റെ ബോസിനെ എനിക്കിപ്പൊ കാണണമെന്നും പറഞ്ഞ് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ ഒരു കിറുക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ടോക്കന്റെ ബ്രദറൊക്കെ അവിടെ നിൽക്കുന്നത്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആൻറ്റേക്കാണ് കാണിക്കുന്നത്. അതായത് ആ കോഫി ഷോപ്പാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീനമി ഇരുന്നിട്ട് ഏതൊരു ബുക്ക് വായിക്കുന്നുണ്ട്. ആ ബുക്കിനെ പറ്റി നമ്മുടെ ടോക്കേനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീനമിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെൻ ടാക്കാസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഓതർ ഉണ്ട്. ആ ഒരു ഓതർ ഇപ്പൊ ഈ അടുത്ത് ഇവിടെ ഈ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഹീനമിക്ക് പോകണം താല്പര്യമുണ്ട്. ആ രീതിക്കൊക്കെ നമ്മുടെ ടോക്കേന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ടോക്കെ ആണെങ്കിൽ നമുക്ക് പോവാം, എപ്പോഴാണ് പോകണ്ടേ, എങ്ങനെയാണ് റെഡി ആവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ TVയിലാണെങ്കിൽ നമ്മുടെ CCG ഓഫീസേഴ്സിന് നടന്നിട്ടുള്ള ആ ഒരു ആക്രമണം പറയുന്നുണ്ട്. ആ ഒരു ആക്രമണത്തിൽ മെയിൻ സസ്പെക്റ്റ് ആയിട്ടുള്ളത് ആ ഐപാച്ച് ആണെന്നൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇത് കാണുന്ന ടോക്കെ ആണെങ്കിൽ ആ TV പിടിച്ചിട്ട് ഓഫ് ആക്കുന്നുണ്ട്. ഇത് കാനകീനെ പറ്റിയിട്ടല്ലേ പറയുന്നത്? എനിക്ക് ഉറപ്പാ അവൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഹിനമി, നമുക്കിനി അവനെ പറ്റി സംസാരിക്കണ്ട. അവൻ പോയില്ലേ, അവൻ പോട്ടെ. എന്നിട്ട് ഉറങ്ങിക്കോളാനും പറഞ്ഞിട്ട് നമ്മുടെ ടോക്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഷോട്ടിൽ ആ വാതിലിന്റെ പുറകിൽ അത്യാവശ്യം വിഷമത്തോടു കൂടി നിൽക്കുന്ന ടോക്കേനാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുകയാണ്. അവരെ അൺടേക്കില്ല, അല്ലെങ്കിൽ ആ കോഫി ഷോപ്പിലെ പണികളൊക്കെ എടുത്തിട്ട് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഹീനമി ടോക്കേന്റെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട്. ഹീനമി ആണെങ്കിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഓദറിനെ കാണാൻ വേണ്ടി പോകാനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ടോക്കെ ആണെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹിനമി പറയും, വേണ്ട ടോക്ക, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ടോക്ക ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആ പുള്ളിക്കാരത്തി പറയുമ്പോൾ എന്നാ പിന്നെ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ആ പുള്ളിക്കാരത്തി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഒരു പുള്ളിക്കാരനെ അവളെ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇടപെടാൻ വേണ്ടിയിട്ട് അവനെ അവളുടെ പുറകെ വിടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നീഷ്കി പിന്നെ തിരിച്ചു കയറി വരുന്നത്. നീഷ്കി കോളേജിൽ പോയതായിരുന്നു. അവനൊരു ബുക്ക് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. ഹേയ് ടോക്ക, എന്റെ കൂടെ കോളേജിലേക്ക് വാ, കോളേജ് കാണിച്ചുതരാം ഞാൻ. അവളാണെങ്കിൽ ഒന്നും പറയാണ്ടിങ്ങനെ അവനെ നോക്കി നിൽക്കുക. ടോക്ക നീ പൊക്കോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ നീഷ്കിന്റെ കൂടെ ആ ഒരു ക്യാമ്പസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോക്ക അവന്റെ കൂടെ പോവാണ്. ആ ഒരു ക്യാമ്പസ് അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസ് ആണ്. കുറെ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അവിടുത്തെ കഫറ്റേരിയ ഒക്കെ ഒരുപാട് വലുതും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവള് കഴിച്ചോ കഴിച്ചില്ലയോ എന്നൊന്നും തിരക്കാനൊന്നും ആരും ഉണ്ടാവില്ല. എന്നാ ടോക്ക, ബാക്കി നീ തന്നെ ചുറ്റിക്കണ്ടോ, ബൈ ബൈ.
ദുഷ്ടൻ എനിക്കൊരു പരിചയമില്ലാത്തവിടെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ടോക്ക ആ ക്യാമ്പസിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ടോക്കയാണെങ്കിൽ കാനകിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവനും ഈ കോളേജിൽ തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ടൈം ഒരു ബുക്കിന്റെ മുമ്പിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അവൾ അവിടെ ഒരു ഭിത്തിയിൽ നമ്മുടെ കാനകിന്റെ ഒരു പോസ്റ്റർ, കാണാനില്ല എന്നുള്ള രീതിയിലത്തെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നത്. പക്ഷെ അപ്പൊ തന്നെ വേറൊരാൾ വന്നിട്ട് ആ പോസ്റ്റർ അവിടെ നിന്ന് പറിച്ചിട്ട് അവിടെ വേറൊരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. അത് ആരാ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹീഡയാണ്. ഹേയ് ഹായ്, നിങ്ങളെന്താ അവിടെ? അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആമോന്റെ ഓഫീസാണ്. അവിടെ ഇവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ എന്തോ കാര്യമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തിനാണ് സാർ ഈ 6 മാസം മുമ്പിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഇന്നലെ അക്കീര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സ്ട്രൈക്ക് ആയത്. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നത്. ഓ, അവളങ്ങനെ പലതും പറയാം. അവളുടെ ഇൻവേഷൻസിനെ ഒന്നും നമ്മൾ ഇത്രയും തറവായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലടാ, ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാഡം ആയിരുന്നു, അവളുടെ അച്ഛൻ. അവളുടെ അച്ഛനെ പോലെ തന്നെയാണ് അവളും. എന്നിട്ട് അവൻ എന്തോ സ്ട്രൈക്ക് ആവുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ടോക്കേനെയും ഹീഡേനെയാണ് കാണിക്കുന്നത്. അപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരാനാണ് നോക്കുന്നത്. അതായത് അപ്പൊ കുറച്ച് പാടാണ്, പക്ഷെ നിന്നെ കൊണ്ട് പറ്റും. ഏയ് ഹീഡേ, കാനകി എങ്ങനെയായിരുന്നു? എനിക്ക് അവന്റെ ചെറുപ്പകാലത്തെ പറ്റി അറിയണമെന്നുണ്ട്. ഓ, കാനകി, അവനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അവനെ അറിയുന്ന കാലം തൊട്ട് അവൻ ഫുൾ ടൈം ബുക്ക് വായന. അവന്റെ അമ്മ മരിച്ച പിന്നെ അവൻ ഒരുപാട് മാറിപ്പോയി. അവൻ എപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോ ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ പോലും. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ ഏത് റോളും, ലൈഫ് അവന് കൊടുക്കുന്ന ഏത് റോളും അവൻ നല്ല ഭംഗിയായി ചെയ്തോളും. അവൻ എവിടെ പോയതാണെങ്കിലും അവന് ഹാപ്പി ആയിട്ടിരുന്നാൽ മതിയായിരുന്നു. അവനിപ്പോ ഏതെങ്കിലും ബുക്കും വായിച്ച് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഹീഡേനെ സമാധാനിപ്പിക്കാൻ എന്നോണം ടോക്ക അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഹീഡെ പോവാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ഹേ ടോക്ക, നിനക്ക് കാനകിന്റെ ബാഡ് ഹാബിറ്റിനെ പറ്റി അറിയോ? അവൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒളിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അവന്റെ കൈ ഇങ്ങനെ ചിന്നില് വെക്കും. ഇതും പറഞ്ഞിട്ട് ഹീഡെ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീനമീനാണ് കാണിക്കുന്നത്. ആ ഒരു ഓദറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറെ പേര് വന്നിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഓദർ മാത്രം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോ അവിടത്തേക്ക് ഒരാൾ ഓടി വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അയ്യോ, ലേറ്റായി. വൈകി പോയതിൽ ക്ഷമിക്കണം, ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ക്യൂ ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഹീനമീന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹീനമി ബേസിക്കലി അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ അല്ല അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാനകിക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ പേരല്ല, ടു കെൻ കാനകി എന്നാണ് എഴുതണ്ടേ. ഓ, അപ്പൊ അതാരാ നിന്റെ ബോയ് ഫ്രണ്ടാ? അല്ലല്ല, അവൻ എനിക്ക് ഫാമിലി പോലെയാ. അങ്ങനെ അവൾക്ക് ആ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ കൊടുത്തതിന് ശേഷം അവളോട് പോയിക്കോളാൻ പറയുന്നുണ്ട്. കെൻ കാനകി അല്ലേ? അതിനുശേഷം നമ്മുടെ ഹീഡനാണ് കാണിക്കുന്നത്. ഹീഡ ഇപ്പൊ അവിടെ ഒരു മെസ്സേജ് പാസർ ജോലിയിലാണല്ലോ ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ട്. അങ്ങനെ ടാക്കിസാവയും ഹീഡയും ചെറുതായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കും. സോ അവൻ പോയിട്ട് ടാക്കിസാവേന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടാക്കിസാവ, നീ എന്താ ചെയ്യുന്നത്? ഞാൻ മറ്റേ ഐപാച്ച് ആയിട്ടുള്ള ഗോളില്ലേ, ആ ഗോളിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഐപാച്ച് ഗോളല്ലേ 20th വാർഡിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നേ? ആടാ ശരിയാ, 20th വാർഡിൽ ഈ ഐപാച്ച് ഗോളും ഒരു റാബിറ്റ് ഗോളും കൂടെ നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുള്ളി ആരാ? ഈ പുള്ളി മറ്റേ എമോറിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗോളാ. ഇവനെ CCG ഓഫീസേഴ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെ കാഗോയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഐപാച്ച് വന്നിട്ട് ഇവനെ രക്ഷിച്ചു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ഈ കാഗുയ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു പ്രിസൺ ആണ്. ഇതിനകത്ത് ഡബിൾ എസ് റേറ്റഡ് ഗോൾസിനൊക്കെ ഇവര് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാഗുയ. നീ എന്താ വിചാരിക്കുന്നത് ഈ ഐപാച്ച് ചെയ്യപ്പെട്ട ആ ഗോള് അവന്റെ ഒരു കൊളീഗിനെ അല്ലെങ്കിൽ അവന്റെ ഒരു ബഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമോ? എനിക്കറിയില്ല. ഈ ഗോൾസിന് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓഗിരിയൊക്കെ പോലുള്ള കുറെ ഗോൾ ഓർഗനൈസേഷൻസ് ഒന്നും ഇല്ല അല്ലെ? ഭയങ്കര റയർ ആയിട്ടുള്ളതല്ലേ ഈ ഗോൾ ഓർഗനൈസേഷൻസ്? അല്ല, ഏകദേശം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊന്തി വന്നുകൊണ്ടിരിക്കും. 10 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അക്കീര ഇടയ്ക്ക് കയറുന്നത്. നിനക്കെന്താ ഈ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നതിന് അവൻ പേ ചെയ്യുന്നുണ്ടോ? ഹേ അക്കീര മാഡം, ഹായ്, ഗുഡ് മോർണിംഗ്. ഹീഡ എന്നല്ലേ പേര്? നിനക്കെന്താ ഈ ഗോൾസിനോട് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? ഇപ്പം ടിവിയിലും ന്യൂസിലും എവിടെ തുറന്നാലും ഗോൾസിന്റെ ആക്രമണങ്ങളും അറ്റാക്സും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുന്നത്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുസുയേനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഷിനോഹാര ആണെങ്കിൽ അവളെ കൂട്ടിയിട്ട് ആ ഒരു CCG ഓഫീസേഴ്സിന്റെ ലാബിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സംഭവത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു, വന്നോളൂ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ല നിങ്ങൾ സുസുയ. പക്ഷെ എമോറിനെ കൊന്നത് നീ ആണെങ്കിൽ നീ കാണുന്നതിലും ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ആരോ തുടങ്ങി വെച്ചത് ഞാൻ തീർത്തുന്നേ ഉള്ളൂ. ഇവരിപ്പോ ബേസിക്കലി അവന് പുതിയൊരു ക്യൂൻകെ കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അത് കിട്ടിയ പാടെ ഇതെനിക്കിപ്പോ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അത് എടുത്തോണ്ട് പോയിട്ട് അടുത്തുള്ള ഒരു സാധനമൊക്കെ അങ്ങ് വെട്ടി പൊളിക്കുന്നുണ്ട്. അപ്പോഴും ഭ്രാന്തൻ, ഇപ്പോഴും ഭ്രാന്തൻ. ഈ ചെങ്ങയ്ക്ക് ഒരു മാറ്റമില്ല. അതിനുശേഷം നമ്മുടെ കാനകിക്കുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. അവരുടെ കൂടി ഇപ്പൊ മറ്റേ കിർക്കനുണ്ടല്ലോ. ഈ എമോറി മരിച്ചോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവനെ കൊണ്ടൊരിക്കലും മരിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും ചതിച്ചതായിരിക്കും. ബോസിനോട് ഇത്രയും പ്രേമൊക്കെ ഉള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഈ കിർക്കനെ കേട്ടോണ്ടിരിക്കുക എന്നെ
എന്നെ കൊണ്ടുങ്ങാവില്ല, ഞാൻ അപ്പുറത്തേക്ക് പോവാ. ഈ ചെങ്ങയാണെങ്കിൽ ഒട്ട് കരച്ചിൽ നിർത്തുന്നുമില്ല. പിന്നെ നമ്മുടെ കാനകിനെ നോക്കിയിട്ട് ആ പുള്ളിക്കാരത്തി ഇങ്ങനെ കെൻ കാനകി അങ്ങനെയല്ലേ എന്തെന്നാ? ഏയ് ഒന്നുമില്ല. അടുത്ത ഷോട്ടില് വേറെ മൂന്നുപേരെ കാണിക്കുന്നുണ്ട്. അവരിരുന്നിട്ട് കാനകിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ആ ഐ പാച്ചിനെ പറ്റി കേട്ടില്ലേ? യമോറിനെ അവനാ കൊന്നെന്നൊക്കെയാ പറയുന്നത്. ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതില് ആ മൂന്ന് പേരിൽ ഒരുത്തൻ കുറച്ച് മാറിപ്പോയതിനു ശേഷം അവൻ പെട്ടെന്ന് അവന്റെ കാകനെ യൂസ് ചെയ്തിട്ട് മറ്റവനെ കൊല്ലുകയാണ്. ആ കാകനെ ഏതാന്ന് നമുക്കറിയാം. അത് നമ്മുടെ ആ പേർപ്പിൾ തലമുടിന്റെ ആണ്. നമ്മുടെ ഫസ്റ്റ് സീസണിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന മറ്റവരും ഇങ്ങോട്ടേക്ക് വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഓ കാനകി, എന്റെ സ്വീറ്റ് കാനകി, എനിക്ക് നിന്നെ തിന്നണം, അതാണ് എന്റെ ലാസ്റ്റ് ഡ്രീം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അയ്യോ, ഇവനും ഒരു വെകിളി പിടിച്ചവനാണല്ലോ. എന്നിട്ട് ഇവന്മാരാ പിടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ അടുത്തേക്ക് വന്നിട്ട് നീ പറ, നിനക്ക് അറിയുന്നതെല്ലാം പറ. അവിടുന്ന് ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ആമോനൊക്കെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഐ പാച്ചിനെ 20th വാർഡിൽ കണ്ടതിനെ പറ്റിയിട്ട് അധികമായിട്ട് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണത്? 20th വാർഡില് കുറെ കമ്പികൾ നിലത്ത് വീണിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ശരിയാ, അന്ന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു പെണ്ണിനും ഒരു ആണിനും ആയിരുന്നു. ആ പെണ്ണിന്റെ ഓർഗൻസ് മാറ്റി വെച്ചിട്ടാണ് ആ ആണിപ്പോ ജീവിക്കുന്നത്. അതെ, ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആ കുട്ടീനെയും കാണാനില്ല, അതുപോലെ തന്നെ ആ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്ടറിനെ കാണാനില്ല. ആ കുട്ടിയുടെ പേര് കെൻ കാനകി. അവൻ പഠിക്കുന്നത് കാമി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കാമി യൂണിവേഴ്സിറ്റിയോ? അടുത്ത ഷോട്ടില് നമ്മുടെ കാനകിനെയും ടോക്കേന്റെ ബ്രദറിനെയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇവിടം വരെ കണ്ട എല്ലാവരും വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഒരു ഹാർട്ട് ഷേപ്പ് സിമ്പിളെങ്കിലും എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പറ്റുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. സോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. സോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ബൈ.